നമസ്കാരം. ഇന്ന് നമ്മുടെ നിയമസഭയിൽ കേരള സംസ്ഥാന ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ആ പ്രസ്താവന കഴിഞ്ഞ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ ഓരോ ഭക്തനും പറയുക അവിടുത്തെ അസൗകര്യങ്ങളെക്കുറിച്ചായിരിക്കും. തീർച്ചയായും തിരക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ് എല്ലാ വർഷവും എല്ലാ തീർത്ഥാടന കാലത്തും. പക്ഷെ തിരക്കിനനുസരിച്ച് ഭക്തർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ ഓരോ തീർത്ഥാടന കാലത്തും നടന്നിരുന്നു. പക്ഷേ ഇത്തവണ അത്തരം ലഘൂകരണ ശ്രമങ്ങളൊന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല. കൊച്ചു കുട്ടികളടക്കമുള്ളവർ മണിക്കൂറുകളോളം ക്യൂ നിന്ന് വിശന്ന് വലയുമ്പോഴും അവർക്ക് ഒരൽപ്പം ലഘുഭക്ഷണമോ വെള്ളമോ നൽകാനുള്ള മഹാമനസ്കത ദേവസ്വം ബോർഡിനുണ്ടായത് വലിയ രീതിയിലുള്ള മാധ്യമ വിമർശനങ്ങൾക്ക് ശേഷമാണ്. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ ഈ കാത്തിരിപ്പുകളിൽ എവിടെയോ നഷ്ടമാവുകയും ചെയ്തു. ആ ജീവനെക്കുറിച്ച് കേരളം വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്തായാലും ഇന്ന് ശബരിമലയിൽ ഈ കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് എത്തിയ ഓരോ ഭക്തനും ഉണ്ടാകുന്ന അഭിപ്രായം ഇതുതന്നെയാണ്. ശബരിമലയിൽ തിരക്ക് മുൻകാലങ്ങളേക്കാൾ കുറവായിരുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ അവിടെ വലിയ രീതിയിലുള്ള കാത്തിരിപ്പ് ദർശനത്തിനായി വേണ്ടി വന്നു. തിക്കും തിരക്കും അനുഭവപ്പെട്ടു. ഭക്തജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും കുടിവെള്ളവും ഇല്ലായിരുന്നു. മാത്രമല്ല, വലിയ രീതിയിലുള്ള അസൗകര്യങ്ങൾ ഇത്തവണ ഭക്തരെ വല്ലാതെ വലച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന ഭക്തന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. അവർ പലരും ദർശനം നടത്താനാകാതെ മാലയൂരി, അതായത് പന്തളത്തെ വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തി മാലയൂരി പിന്നീട് അവിടെ ദർശനം നടത്തി മടങ്ങുകയാണ് ചെയ്തത്. ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം. അതായത് അത്തരത്തിൽ ദർശനം നടത്താതെ മാലയൂരി മടങ്ങിയവർ കപടഭക്തന്മാരാണ് എന്നാണ് മന്ത്രി വിശേഷിപ്പിച്ചത്. സത്യത്തിൽ ശബരിമല ആചാരത്തെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും എന്തറിഞ്ഞിട്ടാണ് ഈ ദേവസ്വം മന്ത്രി ഇങ്ങനെ പറഞ്ഞത് എന്നറിയില്ല. തിരക്ക് കാരണം ശബരീശനെ ദർശിക്കാനാകാതെ സങ്കടത്തോടുകൂടി മടങ്ങിയവരാണ്. പക്ഷേ ദേവസ്വം മന്ത്രി മുൻപ് ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ശബരിമലയിൽ ചെന്ന് കിട്ടിയ പുണ്യതീർത്ഥം സാനിറ്റൈസർ പോലെ ഉപയോഗിച്ച ദേവസ്വം മന്ത്രിയാണ് ഈ കപടഭക്തർ എന്ന ശബരിമല ഭക്തരെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത്. അതും നിയമസഭയിലാണ് എന്നോർക്കണം. നിയമസഭയിൽ ഇത്രമാത്രം അയ്യപ്പ ഭക്തരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന മുമ്പ് വന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അന്യസംസ്ഥാനത്ത് നിന്നെത്തുന്ന ഭക്തരെക്കുറിച്ചായിരുന്നു മന്ത്രിയുടെ ഈ പ്രതികരണം. അന്യസംസ്ഥാനത്തു നിന്നും എത്തുന്നവരാണ് ഈ ശബരിമല തീർത്ഥാടനത്തെ ശക്തിപ്പെടുത്തുന്നത് എന്ന് വസ്തുത മറന്നുകൊണ്ടാണ് മന്ത്രിയുടെ ഇന്നത്തെ നിയമസഭയിലെ പ്രസ്താവന. സത്യത്തിൽ അവർ ഇവിടെ കൊണ്ടുവരുന്ന സംഭാവന അല്ലെങ്കിൽ കാണിക്കയായി അർപ്പിക്കുന്ന തുകയാണ് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം. അതുമാത്രമല്ല, തീർത്ഥാടന കാലത്ത് അവർ നമ്മുടെ നാട്ടിൽ നിന്നും അവരുടെ വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കടകളിൽ നിന്നും അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കരകൗശലക്കാരൻ്റെ കയ്യിൽ നിന്നും അവൻ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. ദേവസ്വം ബോർഡ് നിർമ്മിക്കുന്ന അപ്പവും അരവണയും വലിയ തോതിൽ അവരാണ് വാങ്ങുന്നത്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ അന്യസംസ്ഥാനത്തെ അയ്യപ്പ ഭക്തർ ഓരോ തീർത്ഥാടന കാലത്തും ശബരിമല ക്ഷേത്രത്തിലേക്ക് നൽകുന്ന സംഭാവന വളരെ വലുതാണ്. അവർക്ക് ആവശ്യമുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കേണ്ടത് കേരളത്തിലെ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും കർത്തവ്യമാണ്. പക്ഷേ അവർ അത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലകാലത്ത് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. അങ്ങനെ വിമർശിക്കുന്നവരെ കപടഭക്തർ എന്ന് വിശേഷിപ്പിക്കുവാൻ, അതും നിയമസഭയിൽ വിശേഷിപ്പിക്കുവാൻ മന്ത്രിക്ക് എന്തധികാരമാണുള്ളത്? BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചോദിച്ചതുപോലെ മറ്റു മതവിഭാഗങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റു മതങ്ങളിലെ വിശ്വാസികളെക്കുറിച്ച് ഇത്തരമൊരു അഭിപ്രായം പറയാൻ കേരളത്തിലെ ദേവസ്വം മന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നതാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.